സമൂഹത്തിനെ നേരിടുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുമ്പിൽ പോയി നിന്ന് 2 വാക്ക് സംസാരിക്കുക, ഇതൊക്കെ പലപ്പോഴും പല വ്യക്തികൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും തന്നെ ഒരു കൂട്ടത്തിനെ നേരിടുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാക്കും. എന്നാൽ ഇത് നമ്മളുടെ നിത്യജീവിതത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ, നമ്മുടെ അക്കാഡമിക് ലൈഫിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സകൾ എടുക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. ചെറിയ ടെൻഷനും പേടിയും ഒന്നുമില്ലാതെ നമുക്ക് ഒരിടത്തും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഏതൊരു കാര്യത്തിനാണെങ്കിലും ഒരു ചെറിയ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. നാളെ നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. ആ പ്രസൻറ്റേഷൻ നമുക്ക് പോയി പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. കണ്ടൻറ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിന് നമുക്കൊരു PPT വേണമെങ്കിൽ അത് ചെയ്യണം, ടോപ്പിക്സ് എന്തൊക്കെ വേണമെന്ന് ഡിസൈഡ് ചെയ്യണം, പ്ലാൻ ചെയ്യണം, ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കണം, ആവശ്യമുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലെവൽ ഓഫ് സ്ട്രെസ്സ് നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ ഇതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയുള്ളൂ. ഈ സ്ട്രെസ് ഒന്നുമില്ലാതെ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യാൻ പോകുന്നില്ല, ഈ പ്രിപ്പറേഷൻസ് ഒന്നും അവർ ചെയ്യാൻ പോകുന്നില്ല. സ്വാഭാവികമായും അവരുടെ പ്രസൻറ്റേഷൻ മാക്സിമം ഇഫക്റ്റീവ് അല്ലാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇനി ചില വ്യക്തികളുണ്ട്, ഇത് കേൾക്കുമ്പോഴേ തന്നെ അയ്യോ ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ പോയി നിന്നത് പറയും, അവരെന്നെ കളിയാക്കൂലേ, ഞാൻ തെറ്റെന്തെങ്കിലും പറഞ്ഞു പോവോ, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ അവിടെ ബോധം കെട്ട് വീഴുവോ, എനിക്ക് വിറയിൽ വരും, എൻ്റെ ശബ്ദം അടഞ്ഞു പോകും, എൻ്റെ സൗണ്ട് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വരില്ല, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞു പോകുമോ, ഞാൻ പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവരെന്നെ ചോദ്യം ചെയ്യുമോ, അവരെന്നെ ജഡ്ജ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ കുറേ ചിന്തകൾ വന്നിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്ന ചിലരുണ്ട്. ഇത് പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ളൊരു പ്രസൻറ്റേഷൻ ആയിരിക്കാം. പ്രമോഷന് വേണ്ടിയോ, അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടോ, സ്കൂളിലെ ഒരു പ്രസൻറ്റേഷനോ, അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ അവർക്ക് വേണ്ടുന്ന ഒരു പബ്ലിക് ഇൻറ്ററാക്ഷൻ ആയിരിക്കും. പബ്ലിക് എന്ന് ഉദ്ദേശിച്ചത് ഒരു കൂട്ടത്തിനോടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ആയിരിക്കും. ഇതവർക്ക് വേണ്ട എന്ന് വെക്കാൻ, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ അതിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമായിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ആധി വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കുന്നത് ടു ക്വിറ്റ് ഫ്രം ദിസ് എന്നുള്ളതായിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ഇത് റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൺസൾട്ടേഷൻ, ഒരു സൈക്കോളജിസ്റ്റുമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ എടുത്ത് ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. എന്നാലും ജനറലി നമുക്ക് പറയാം ഇതൊരു സോഷ്യൽ ആങ്സൈറ്റി ആണ് എന്ന്. അതൊരു ഡയഗ്നോസ്റ്റിക് ടേമിലേക്ക് പറയണമെങ്കിൽ ഓരോ വ്യക്തിയെയും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു സോഷ്യൽ ആങ്സൈറ്റി തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ജനറലി പറയുമ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികൾക്കും നമുക്ക് ഉണ്ടാക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടുന്ന സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കണമെന്നും നിങ്ങളെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിന് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടുന്നതെന്നും പറയുന്നത്. പക്ഷേ എന്നാലും ചെറിയ ചെറിയ ടിപ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സ്ട്രെസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ട്രെസ് കൂടിപ്പോയാലും നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാൻ മറ്റ് വ്യക്തികളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ ഈ ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഈ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കില്ല. അതിന് പകരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെന്ന് പറയുന്നത് അവരെന്ത് വിചാരിക്കും എന്നുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഈ അവരാരാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ. നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ അവിടെ നമ്മളാണ് ആ ടോപ്പിക്ക് ഏറ്റവും നന്നായി വർക്ക് ചെയ്തിരിക്കുന്നത്, ഏറ്റവും നന്നായി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്തിനാണ് നമ്മളെ ചോദ്യം ചെയ്യുന്നത്? ഇനി എല്ലാ സാഹചര്യങ്ങളിലും വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണം എന്ന് നിർബന്ധമില്ല. ചില കാര്യങ്ങളിൽ ഉത്തരം പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം പറയാൻ പറ്റിയില്ല, അത്ര മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഇത്രയും ചില കാര്യങ്ങളെങ്കിലും നമുക്ക് നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കാൻ
പറ്റണം. ഇത് അഥവാ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് റിലാക്സേഷൻ ടെക്നിക്സും ബ്രീത്തിങ് എക്സസൈസസും ഒക്കെ നമുക്ക് കാം ഡൗൺ ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്താം. മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് നമുക്ക് കാം ഡൗൺ ചെയ്യാൻ ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ നമ്മൾ ചെയ്യാമെങ്കിൽ പോലും ഇതെല്ലാം സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സാധാരണ സോഷ്യൽ ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്ന ഒരു തെറപ്യൂട്ടിക് മെത്തേഡുണ്ട്. സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ അതിനോടൊപ്പം റിലാക്സേഷൻസും മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ബിഹേവിയർ തെറപ്പീസ് ഉണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒരു സൈക്കോളജിസ്റ്റ് ഇതുപോലെയുള്ള ആങ്സൈറ്റീസിനെ ഡീൽ ചെയ്യാൻ സ്കിൽ ബിൽഡ് ചെയ്യാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് ക്ലയൻസിന് കൊടുക്കാറുള്ള തെറപ്പീസാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിലെങ്കിലും ഈ തെറപ്പീസ് മാത്രം മതിയായി എന്ന് വരില്ല. അവിടെ നമുക്ക് ഒരു സൈക്കാട്രിക് ഹെൽപ്പും കൂടെ ഒരു മെഡിക്കൽ ഹെൽപ്പും കൂടി ആവശ്യം വന്നേക്കാം. അങ്ങനാണെങ്കിൽ അവിടെ ഒരു മോശം വിചാരിക്കാതെ നമ്മൾ ഈ രണ്ട് ഹെൽപ്പും, മാനസിക പ്രശ്നത്തിന് ഒരു ഹെൽപ്പ് തേടുക എന്ന് പറയുന്നത് പലപ്പോഴും അയ്യോ മോശമാണല്ലോ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ചോദ്യം വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ അത് വിചാരിച്ച് ഇതിൽ നിന്ന് മാറി നിന്ന് വീണ്ടും വീണ്ടും സഫർ ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലതാണ് ഇതുപോലെ ഒരു തെറപ്യൂട്ടിക് സിസ്റ്റത്തിലൂടെ നമ്മൾ കടന്നു പോവുകയോ ആവശ്യമുണ്ട് എന്ന് വന്നാൽ മരുന്ന് കഴിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ പതിയെങ്കിലും നമ്മളുടെ ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് കുറേ കൂടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അവിടെ ചില സ്ഥലങ്ങളിൽ തെറപ്യൂട്ടിക്സ് മാത്രം മതി, ചിലയിടത്ത് മരുന്നിൻ്റെയും കൂടെ ആവശ്യകതയുണ്ട്. ഇനി ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നമുക്ക് സ്കിൽ ബിൽഡിംഗ്, ലൈഫ് സ്കിൽ ബിൽഡിംഗ് ടെക്നിക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഡിസിഷൻ മേക്കിങ്ങും സെൽഫ് എസ്റ്റീം ബൂസ്റ്റിങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിലേതൊക്കെയാണ് ഓരോ വ്യക്തിക്കും ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മളിത് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടുന്നത്.